പ്ലസ് വണ്ണിലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള, നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അതുപോലെയുള്ള എങ്ങനെ വരാം, എന്തുകൊണ്ട് വരാം എന്നുള്ള സൂചന നൽകിക്കൊണ്ട് പറയാൻ പോവുകയാണ്. എങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് നോക്കൂ. വസിക്കാൻ ഇടമില്ലാത്തിടങ്ങളിൽ പുതിയ പാതകളും പദ്ധതികളുമായി വരുന്നവർക്ക് മണ്ണിനെ കുറിച്ചും വേരുകളെ കുറിച്ചും എന്തറിയാം? വേരുകൾ നഷ്ടപ്പെടും. ലേഖകന്റെ അഭിപ്രായത്തോട് പ്രതികരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. സാധ്യതാ പട്ടികയിൽ ഏത് വർഷം വന്ന ഇത്? 2021 വന്നാണ് മക്കളെ. 2021 വന്നാണ് പ്രതികരണക്കുറിപ്പ്. ഇനി 2022 വന്ന് നോക്കൂ. സ്നേഹവാത്സല്യങ്ങൾ യാന്ത്രികമായ പരമായി ചുരുങ്ങുന്ന കാലമാണ്. വ്യത്യസ്ത ഒരു അനുഭവം ശസ്ത്രക്രിയ എന്ന കഥ നൽകുന്നില്ലേ? പ്രതികരിക്കുക. പ്രതികരണക്കുറിപ്പിന് വന്നിരിക്കുന്ന മറ്റൊന്നാണ്. പുറപ്പെട്ടെടുത്തു തന്നെ 1000 കാതം അവൾ നടന്നിട്ട്. സംക്രമണം എന്ന കവിതയിലെ ഈ വരികൾ സ്ത്രീ ജീവിതാവസ്ഥയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പാക്കുക. പ്രതികരണം. പ്രകൃതിയിലെ പരസ്പരാശ്രിതത്വത്തെ പരാമർശിക്കുന്ന ആധാര ചിത്രം ആണ് കൈപ്പാട്. ഈ പ്രസ്താവന നിങ്ങളുടെ ഇത് കുറിപ്പാക്കുക. പിന്നെ നോക്കൂ, ഓരോ വേരും പിഴുതെറിയുമ്പോൾ നാം നമ്മുടെ വേരുകളാണ് നശിപ്പിക്കുന്നത് എന്ന ലേഖകന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുക. പിന്നെ പ്രമേയത്തിന്റെ ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ചെറുകഥയാണ് ശസ്ത്രക്രിയ. പ്രതികരിക്കുക. ഇതില് അതുപോലെ തന്നെ തേതിയെടുത്തി ദേവിക മാനമ്പള്ളി സ്വാതന്ത്ര്യ സമരഘട്ടത്തിലെ സ്ത്രീയുടെ ഏത് മുഖമാണ്? പ്രതികരിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ളത് ഏതായിരിക്കും മക്കളെ? വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടന്റ് ആയി ആദ്യം ഇമ്പോർട്ടന്റ് കൊടുത്ത് പ്രതികരണക്കുറിപ്പിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതിൽ ആദ്യത്തെ പ്രാധാന്യം കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? 21 ഇത് വന്നത്. 2021-22 കാലഘട്ടങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ 2025 മറ്റേതെങ്കിലും രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതാണ്. പിന്നെ ഒന്ന് വരാൻ സാധനം ഇത് പ്രതികരണക്കുറിപ്പ്. ഇതും വരാം. 2ാം സ്ഥാനം നമുക്ക് അതിന് കൊടുക്കാം. പിന്നെ രോഗങ്ങളെ മാത്രം ഭയന്ന് ജീവിക്കുന്നവർക്ക് കാട്ടുചോലയിലെ ജലമണ്ണ്. കാരണം വേരുകൾ നഷ്ടപ്പെടുന്നവർ 2ാമത്തെ ചോദ്യമായിരുന്നു. 2021 തന്നെ ചോദിച്ച 2ാമത്തെ ചോദ്യം. അപ്പൊ 24-21 ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്. 24-ലും 21-ലും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് ഇതിന് സാധ്യതയുണ്ട്. അപ്പൊ വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന പാഠഭാഗത്തിലെ ആ ഒരു പ്രതികരണക്കുറിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്റെ മക്കൾ പഠിക്കണം. മനസ്സിലായ മക്കൾക്ക്? പിന്നെ ദേവകി മാനമ്പള്ളി, അത് ഒരു പക്ഷെ നമുക്ക് താരതമ്യ കുറിപ്പിനാണ് ഈ ചോദ്യം സാധ്യത. ദേവി ബഹനും തങ്കം നായർ തമ്മിലുള്ള താരതമ്യ പഠനം ആയിരിക്കാം നിങ്ങൾക്ക് വരിക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം 1ാമത്തെ സ്ഥാനം നമ്മൾ എന്തിനു കൊടുക്കും? 1ാമത്തെ സ്ഥാനം നമ്മൾ എന്തിനു കൊടുക്കും? വേരുകൾ നഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. 2ാമത്തെ സ്ഥാനം പുറപ്പെട്ടയിടത്ത് നിന്ന് അതേ വരാൻ സാധ്യതയുള്ള 2ാമത്തെ പട്ടിക ഇത് തന്നെയാണ്. അതുപോലെ 3ാമത്തെ സ്ഥാനം നമ്മൾ ഏതിന് കൊടുക്കും? ശസ്ത്രക്രിയക്ക് കൊടുക്കും. ഇത്ര 1, 2, 3. അപ്പൊ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 അത് പറയാൻ എന്താണ് കാരണം മക്കളെ? അത് വരുമെന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? ഈ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലും പ്രതികരണക്കുറിപ്പ് ചോദിക്കുക. ലേഖനങ്ങളെ പ്രതികരിക്കാൻ ചോദിക്കും. നമുക്ക് കഥയ്ക്ക് ആസ്വാദനം എഴുതാൻ ചോദിക്കും. അല്ലെ, കഥയോ കവിതയാണ് നമ്മളൊരു ആസ്വാദനം ചോദിക്കും. ലേഖനങ്ങളോടാണ് നമ്മൾ പ്രതികരിക്കാൻ പറയുക. ലേഖനങ്ങളോടാണ് നമ്മളോട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ സ്വാഭാവികമായും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന ലേഖനത്തിൽ നിന്ന് ചോദ്യം വരുമെന്ന് നമ്മൾ 1ാം സ്ഥാനം അതിന് കൊടുക്കണമെന്ന്. ബാക്കി ഉള്ളത് മുഴുവൻ പഠിക്കണ്ടെന്നാണ് എൻ്റെ മക്കളോട് പറഞ്ഞത്. ആണോ കുഞ്ഞുമക്കളെ? ഒരിക്കലുമല്ല. പഠിക്കണ്ട എന്നല്ല, എല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിനൊന്ന് സ്ട്രെസ് കൊടുത്ത്, ഇതിനൊന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. അപ്പൊ പ്രതികരണക്കുറിപ്പായി. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ മക്കളൊന്ന് കമന്റ് ബോക്സിൽ എഴുതാട്ടോ. അതിനനുസരിച്ച് സ്റ്റാർ എടുത്തു തരും. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ മക്കളെ, ബൈ.